Good morning, dear students. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ഇമ്മ്യൂണോഗ്ലോബുലിൻസിനെ പറ്റിയാണ്. നമ്മൾ നേരത്തെ ആൻറ്റിജൻസിനെ പറ്റി പഠിച്ചിരുന്നു. അപ്പോൾ ആൻറ്റിജൻസിനെ നമ്മളിന്ന് ഡീറ്റെയിൽഡായിട്ട് പഠിക്കും. ആൻറ്റിജൻസിന് എഗനിസ്റ്റായിട്ട് ബോഡി പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രോട്ടീൻസിനെയാണ് നമ്മൾ ആൻറ്റിബോഡീസ് എന്ന് പറയുന്നത്. ആൻറ്റിബോഡീസിൻ്റെ മറ്റൊരു പേരാണ് ഇമ്മ്യൂണോഗ്ലോബുലിൻസ്. അപ്പോൾ ഈ ഇമ്മ്യൂണോഗ്ലോബുലിൻസും ആൻറ്റിജൻസും തമ്മിലുള്ള റിയാക്ഷൻ, അതായത് ആൻറ്റിജനും ആൻറ്റിബോഡിയും തമ്മിലുള്ള റിയാക്ഷൻ എങ്ങനെയാണെന്നും നമ്മൾ ഈ ക്ലാസ്സിൽ പഠിക്കുന്നുണ്ട്. Antigens. Immune system is able to distinguish self from non-self cells. Invading organisms have antigen which are recognized by the immune systems. Antigens are defined as substance which induce an immune response. Antibodies are specific proteins synthesized by host organisms in response to an antigen. അപ്പോൾ നമ്മുടെ ബോഡിക്ക് സ്വന്തം സെൽസിനെ ഫോറിൻ സെൽസിൽ നിന്ന് തിരിച്ചറിയാനുള്ള കഴിവുണ്ട്. അപ്പം our body is able to distinguish self cells from non self or foreign cells. ഇൻവേഡിങ് ഓർഗാനിസം എന്ന് പറയുന്നത് ആൻറ്റിജൻസ് ആണ്. അപ്പം എന്താണ് ഫോറിൻ ആയിട്ടുള്ള ആൻറ്റിജൻസിനെ നമ്മുടെ ബോഡിയിലെ ഇമ്മ്യൂൺ സിസ്റ്റം റെക്കഗ്നൈസ് ചെയ്യുന്നു. അങ്ങനെ റെക്കഗ്നൈസ് ചെയ്ത ആ ഫോറിൻ സബ്സ്റ്റൻസിനെയാണ് നമ്മൾ ആൻറ്റിജൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ആൻറ്റിജൻസിന് മറ്റൊരു പ്രത്യേകതയുണ്ട്. ഇമ്മ്യൂൺ സിസ്റ്റത്തിനെ ഉത്തേജിപ്പിക്കുന്നു, സ്റ്റിമുലേറ്റ് ചെയ്യുന്നു. അങ്ങനെ ഒരു ഇമ്മ്യൂൺ റെസ്പോൺസ് ഉണ്ടാക്കാനായിട്ട് കഴിയുന്നു. അപ്പോൾ ആൻറ്റിജൻസ് ആർ ഫോറിൻ സബ്സ്റ്റൻസസ് വിച്ച് ആർ ഏബിൾ ടു എലിസിറ്റ് ഓർ പ്രൊഡ്യൂസ് ആൻ ഇമ്മ്യൂൺ റെസ്പോൺസ് ഇൻ ആൻ ഓർഗാനിസം. ഒരു ഓർഗാനിസത്തിൽ ഇമ്മ്യൂൺ റെസ്പോൺസ് എലിസിറ്റ് ചെയ്യാൻ, ഉൽപ്പാദിപ്പിക്കാൻ കഴിവുള്ള ഫോറിൻ സബ്സ്റ്റൻസുകളെയാണ് നമ്മൾ ആൻറ്റിജൻസ് എന്ന് പറയുന്നത്. Antibodies are specific proteins that are synthesized by the host organism in response to an antigen. ഒരു ആൻറ്റിജനെ കണ്ടു കഴിയുമ്പോൾ നമ്മുടെ ബോഡിയിലെ ഇമ്മ്യൂൺ റെസ്പോൺസ് ഉത്തേജിക്കപ്പെടുമെന്ന് പറഞ്ഞു, സ്റ്റിമുലേറ്റ് ചെയ്യപ്പെടുമെന്ന് പറഞ്ഞു. അങ്ങനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്നത് മൂലം ആ ആൻറ്റിജൻ എഗനിസ്റ്റ് ആയിട്ട് നമ്മുടെ ബോഡി പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രോട്ടീൻസിനെ പറയുന്ന പേരാണ് ആൻറ്റിബോഡീസ്. അപ്പോൾ ആൻറ്റിബോഡീസ് ആർ പ്രോട്ടീൻസ് ദാറ്റ് ആർ പ്രൊഡ്യൂസ്ഡ് ബൈ എ ഹോസ്റ്റ് ഓർഗാനിസം ഇൻ റെസ്പോൺസ് ടു എ സ്പെസിഫിക് ആൻറ്റിജൻ. ഒരു സ്പെസിഫിക് ആൻറ്റിജൻ എഗനിസ്റ്റ് ആയിട്ട് ഹോസ്റ്റ് ഓർഗാനിസം പ്രൊഡ്യൂസ് ചെയ്യുന്ന സ്പെസിഫിക് പ്രോട്ടീൻ മോളിക്യൂൾസിനെയാണ് ആൻറ്റിബോഡീസ് എന്ന് പറയുന്നത്. Properties of antigens. Antigens are substances of various chemical types capable of stimulating the immune system to produce a specific response against themselves. An antigen may be a part of a virus, bacteria or foreign cell. അപ്പോൾ ആൻറ്റിജൻ എന്ന് പറയുന്നത് ഒന്നുകിൽ ഒരു വൈറസിൻ്റെ അല്ലെങ്കിൽ ബാക്ടീരിയത്തിൻ്റെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പതോജൻ്റെ അല്ലെങ്കിൽ അലർജൻ്റെ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു ഫോറിനായിട്ടുള്ള സെല്ല് തന്നെ വേണമെന്നില്ല, മറ്റ് ഓർഗാനിസത്തിൽ നിന്നുള്ള ഒരു പ്രോട്ടീനോ കാർബോഹൈഡ്രേറ്റോ ലിപ്പിഡോ എന്ത് വേണേലും നമുക്ക് എങ്ങനെയാണ് ആൻറ്റിജനായിട്ട് ആക്ട് ചെയ്യുക. അപ്പോൾ അങ്ങനെയുള്ള ഒരു സബ്സ്റ്റൻസിനെയാണ് നമ്മൾ ആൻറ്റിജൻ എന്ന് പറയുന്നത്. അപ്പോൾ ആൻറ്റിജൻ്റെ കെമിക്കൽ ടൈപ്പ് എന്ന് പറയുന്നത് എന്തുവാകാം, പ്രോട്ടീൻ ആവാം, ലിപ്പിഡ് ആവാം, കാർബോഹൈഡ്രേറ്റ് ആവാം, എൻസൈംസോ ഹോർമോൺസോ അല്ലെങ്കിൽ ന്യൂക്ലിക് ആസിഡ്, മറ്റുള്ളതിൻ്റെ DNA RNA എന്ത് വേണേലും നമുക്കൊരു ആൻറ്റിജനായിട്ട് ആക്ട് ചെയ്യാം. അപ്പോൾ അങ്ങനെ ആൻറ്റിജനായിട്ട് ആക്ട് ചെയ്യുമ്പം അവർ നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്നു. നമ്മൾ നേരത്തെ പറഞ്ഞു അതിന് എഗനിസ്റ്റായിട്ട് നമ്മുടെ ഹോസ്റ്റ് ഓർഗാനിസത്തിൻ്റെ ബോഡി ആൻറ്റിബോഡീസ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. Antigen must have a unique molecular structure which are capable of eliciting immune response. ആൻറ്റിജന് ഒരു യുണീക്ക് ആയിട്ടുള്ള മോളിക്കുലർ സ്ട്രക്ചർ ഉണ്ടായിരിക്കണം, എന്നാൽ മാത്രമേ അതിനൊരു ഇമ്മ്യൂണോജനിക് റെസ്പോൺസ് എലിസിറ്റ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. Each antigen has several antigenic determinants or epitope to which an antibody can bind. അപ്പം ഇതിൽ പ്രത്യേകിച്ച് ഒരു മോളിക്കുലർ സ്ട്രക്ചർ കാണണം എന്ന് പറഞ്ഞു. ആ സ്ട്രക്ചറിൻ്റെ സവിശേഷത എന്ന് പറഞ്ഞാൽ അങ്ങനെയുള്ള സ്ട്രക്ചർ ആൻറ്റിജൻ്റെ സർഫസിലുള്ള പെർട്ടിക്കുലർ മോളിക്കുലർ സ്ട്രക്ചേഴ്സിലായിരിക്കും ആൻറ്റിബോഡീസ് വന്ന് ബൈൻഡ് ചെയ്യുന്നത്. അങ്ങനെ ആൻറ്റിബോഡി വന്ന് ബൈൻഡ് ചെയ്യുന്ന ആൻറ്റിജനിലെ ആ ഒരു സ്ട്രക്ചേഴ്സിനെ പറയുന്നതാണ് ആൻറ്റിജനിക് ഡിറ്റർമിനൻസ് ഓർ എപ്പിടോപ്പ് എന്നാണ് പറയുന്നത്. എപ്പിടോപ്പ് അല്ലെങ്കിൽ ആൻറ്റിജനിക് ഡിറ്റർമിനൻറ്റ്. അപ്പോൾ ആൻറ്റിജനിക് ഡിറ്റർമിനൻറ്റ് എവിടെ കാണപ്പെടുന്നത്, ആൻറ്റിജൻ്റെ സർഫസിലാണ്. അതിലേക്ക് വന്ന് പ്രോട്ടീൻ മോളിക്യൂൾസ് ആയിട്ടുള്ള ആൻറ്റിബോഡീസ് വന്ന് ബൈൻഡ് ചെയ്യുന്നു. Epitope are a part of antigen which bind to the antigen binding site of the antibody. അപ്പോൾ എപ്പിടോപ്പ് എന്ന് പറയുന്നത് ആൻറ്റിജൻ്റെ പാർട്ടാണ്. അത് ആൻറ്റിബോഡിയിലെ ആൻറ്റിജൻ ബൈൻഡിങ് സൈറ്റിലേക്ക് ബൈൻഡ് ചെയ്യാനായിട്ട് സഹായിക്കുന്നു. പാർട്ട് ഓഫ് ദ ആൻറ്റിബോഡി ദാറ്റ് ബൈൻഡ് വിത്ത് ദ ആൻറ്റിജൻ ഈസ് കോൾഡ് പാരാട്ടോപ്പ്. ഇനി ആൻറ്റിബോഡിയിൽ ഇതുപോലെ ആൻറ്റിജനുമായിട്ട് ബൈൻഡ് ചെയ്യാനുള്ള ഒരു മോളിക്കുലർ സ്ട്രക്ചറുണ്ട്, അതിനെ പറയുന്ന പേരാണ് പാരാട്ടോപ്പ്.
The binding of epitope with paratope is highly specific. ആൻറ്റിജൻ ആൻറ്റിബോഡി റിയാക്ഷൻ ഹൈലി സ്പെസിഫിക് ആണ്. ആ സ്പെസിഫിസിറ്റി ഫസ്റ്റ് എന്താണ് അതിൻ്റെ ബേസ് തുടങ്ങുന്നത് ആൻറ്റിജൻ ആൻറ്റിബോഡി ബൈൻഡിങ്ങിലെ എപ്പിടോപ്പ് പാരാടോപ്പ് റിയാക്ഷൻ തമ്മിലായിരിക്കും. അപ്പോൾ എപ്പിടോപ്പിലേക്ക് പാരാടോപ്പ് വന്ന് ബൈൻഡ് ചെയ്യുന്നത് ഹൈലി സ്പെസിഫിക് ആയിരിക്കും. എല്ലാ ആൻറ്റിജൻസിലേക്കും എല്ലാ ആൻറ്റിബോഡിയും വന്ന് ബൈൻഡ് ചെയ്യത്തില്ല. ഹൈലി സ്പെസിഫിക് ആയിട്ടുള്ള ആൻറ്റിബോഡീസ് സ്പെസിഫിക് ആയിട്ടുള്ള ആൻറ്റിജനിൽ പോയി ബൈൻഡ് ചെയ്യത്തുള്ളൂ. അതുകൊണ്ട് ആ ബൈൻഡിങ് എന്ന് പറയുന്നത് ഹൈലി സ്പെസിഫിക് ആണ്. അപ്പോൾ ആൻറ്റിജൻ്റെ സർഫസിലുള്ള ആൻറ്റിബോഡിയുമായിട്ട് ബൈൻഡ് ചെയ്യുന്ന സൈറ്റിനെ ആൻറ്റിജനിക് ഡിറ്റർമിനൻസ് അല്ലെങ്കിൽ എപ്പിടോപ്പ് എന്ന് പറയുന്നു. ആൻറ്റിബോഡിയുടെ സർഫസിലുള്ള ആൻറ്റിജനിലേക്ക് വന്ന് ബൈൻഡ് ചെയ്യുന്ന സൈറ്റുകളെ പാരാടോപ്പ് എന്ന് പറയുന്നു. എപ്പിടോപ്പ് പാരാടോപ്പ് റിയാക്ഷൻസ് ആർ ഹൈലി സ്പെസിഫിക്. Then antigen should normally have a large molecular size. They may be protein, carbohydrate, lipid or nucleic acid. Higher molecular weight antigen is better than those with lower molecular weight. അപ്പം ആൻറ്റിജൻ ഒരു സ്പെസിഫിക് മോളിക്കുലാർ വെയിറ്റ് വേണം. അത് ആൻറ്റിജനിക് പ്രോപ്പർട്ടി കാണിക്കാനായിട്ട് അല്ലെങ്കിൽ ഒരു ഇമ്മ്യൂൺ റെസ്പോൺസ് എലിസിറ്റ് ചെയ്യാനായിട്ട്. അപ്പം ആ ഒരു പെർട്ടിക്കുലർ മോളിക്കുലാർ വെയിറ്റ് ഉള്ള ആൻറ്റിജൻസിന് മാത്രമേ ആൻറ്റിജനായിട്ട് ആക്ട് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. ആൻറ്റിജൻ പ്രോട്ടീനോ കാർബോഹൈഡ്രേറ്റോ ലിപ്പിഡോ ന്യൂക്ലിക് ആസിഡോ ഏത് വേണേലും ആകാം. അപ്പോൾ മോളിക്കുലർ വെയിറ്റ് കൂടുതലാണെങ്കിൽ അത് നല്ലൊരു ആൻറ്റിജനിക് പ്രോപ്പർട്ടി കാണിക്കും. അപ്പോൾ എ സബ്സ്റ്റൻസ് ബിലോ എ മോളിക്കുലർ വെയിറ്റ് ഓഫ് 5000 ഡാൾട്ടൺ ഈസ് നോട്ട് ലൈക്ലി ടു ബി എ ഗുഡ് ആൻറ്റിജൻ. 5000 ഡാൾട്ടണിന് താഴെ മോളിക്കുലർ വെയിറ്റ് ഉള്ള ഒരു സബ്സ്റ്റൻസിന് ആൻറ്റിജനായിട്ട് പ്രവർത്തിക്കാൻ പറ്റത്തില്ല. അപ്പോൾ അങ്ങനെയുള്ള സബ്സ്റ്റൻസിനെ നമ്മൾ ഹാപ്റ്റൻസ് എന്നാണ് വിളിക്കുന്നത്. ഹാപ്റ്റൻസ്. അപ്പോൾ ഹാപ്റ്റൻസ് ആ substances which are having molecular weight less than 5000 Dalton. They cannot act as an antigen. They cannot elicit an immune response in host organism. അങ്ങനെയുള്ള ഹാപ്റ്റൻസിന് ആൻറ്റിജനായിട്ട് ഹാപ്റ്റൻസ് അപ്പോൾ എന്താണ് ഫോറിൻ മോളിക്യൂൾസ് തന്നെയാണ്. പക്ഷേ അവർക്ക് ആൻറ്റിജനിക് പ്രോപ്പർട്ടീസ് ഇല്ല. ഒരു നമ്മുടെ ശരീരത്തിൽ കയറിക്കഴിഞ്ഞാൽ ഒരു ഇമ്മ്യൂൺ റെസ്പോൺസ് എലിസിറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള മോളിക്കുലർ വെയിറ്റ് ഇല്ല. അപ്പോൾ അവർക്ക് ഒരു ആൻറ്റിജനായിട്ട് പ്രവർത്തിക്കണമെങ്കിൽ മറ്റേതെങ്കിലും പ്രോട്ടീൻസോ എൻസൈമുമായിട്ടോ ബൈൻഡ് ചെയ്തിട്ട് ഈ പറയുന്ന ഒരു സ്പെസിഫിക് മോളിക്കുലർ വെയിറ്റ് അറ്റൈൻ ചെയ്യണം. അങ്ങനെ അറ്റൈൻ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഹാപ്റ്റനും എന്തായിട്ട് ആക്ട് ചെയ്തോളും, ഒരു ആൻറ്റിജനായിട്ട് ആക്ട് ചെയ്തോളും. All larger molecules are multi-determinant. Each agent will have several antigenic determinant. അപ്പം മോളിക്കുലർ വെയിറ്റ് കൂടുതലുള്ള ലാർജർ മോളിക്യൂൾസിനെല്ലാം തന്നെ ഒന്നിൽ കൂടുതൽ ആൻറ്റിബോഡി ബൈൻഡിങ് സൈറ്റ് അല്ലെങ്കിൽ എപ്പിടോപ്പുകൾ കാണും, ആൻറ്റിജനിക് ഡിറ്റർമിനൻറ്റുകൾ കാണും. അതുകൊണ്ടാണ് നമ്മളതിനെ മൾട്ടി ഡിറ്റർമിനൻ്റ് എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഒരു ആൻറ്റിജൻ ഒന്നിൽ കൂടുതൽ ആൻറ്റിബോഡിയുമായിട്ട് ബൈൻഡ് ചെയ്യാനായിട്ട് പറ്റും. Determinants may be identical or different from each other on the same molecule. ഒരേ മോളിക്യൂളിലുള്ള ഡിറ്റർമിനൻസ്, അതായത് ആൻറ്റിജൻ ബൈൻഡിങ് സൈറ്റുകൾ ഒരേ രീതിയിൽ തന്നെ ആയിക്കോണം എന്ന് യാതൊരു നിർബന്ധവുമില്ല. ഒരേ രീതിയിലാണെങ്കിൽ അത് സെയിം ആൻറ്റിബോഡീസുമായിട്ട് തന്നെ ബൈൻഡ് ചെയ്യും. ഒരുപോലെ ഇരിക്കുന്ന ആൻറ്റിബോഡീസുമായിട്ട് തന്നെ ബൈൻഡ് ചെയ്യും. ഡിഫറൻ്റ് ആണെങ്കിൽ അതിന് ഡിഫറൻറ്റ് ആൻറ്റിബോഡീസുമായിട്ട് ബൈൻഡ് ചെയ്യാനായിട്ട് പറ്റും. ആൻറ്റിജൻ മസ്റ്റ് ബി എ ഫോറിൻ substance to elicit an immune response. A substance which acts as an antigen in one species may not be so in another. ആൻറ്റിജൻ ഒരു ഫോറിൻ സബ്സ്റ്റൻസ് ആണെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു. പക്ഷേ ഒരു സ്പീഷീസിൽ ഹൈലി ആൻറ്റിജനിക് ആയിട്ടുള്ള ഒരു സബ്സ്റ്റൻസ് മറ്റൊരു സ്പീഷീസിൽ അങ്ങനെ ആവണമെന്ന് നിർബന്ധമില്ല. അതിനൊരു എക്സാമ്പിൾ പറഞ്ഞേക്കുന്നത് ആൽബുമിൻ ഈസ് ആൻ എക്സലൻറ്റ് ആൻറ്റിജൻ ഇൻ റാബിറ്റ്. ആൽബുമിൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം മുട്ടയിൽ നിന്ന് എടുക്കുന്നതാണ്. ഫൗൾസിൻ്റെ മുട്ടയിൽ ഉള്ള ഒരു പ്രോട്ടീനാണ് ആൽബുമിൻ എന്ന് പറയുന്നത്. അപ്പം ഈ ആൽബുമിൻ എന്ന് പറയുന്ന പ്രോട്ടീൻ റാബിറ്റിനെ സംബന്ധിച്ച്, റാബിറ്റ് ഒരു മാമലാണ് അല്ലേ, ആൽബുമിൻ എക്സ്ട്രാക്ട് ചെയ്യുന്നത് ബേഡ്സിൽ നിന്നാണ്. അപ്പോൾ ബേഡ്സിൽ നിന്ന് എടുക്കുന്ന ആൽബുമിൻ റാബിറ്റിനെ സംബന്ധിച്ച് ഒരു ഹൈലി ആൻറ്റിജനിക് ആയിട്ടുള്ള ഒരു സാധനമാണ്. ബട്ട് ഇറ്റ് ഫെയിൽസ് ടു പ്രൊഡ്യൂസ് ആൻ ആൻറ്റിബോഡി റെസ്പോൺസ് ഇൻ ഫൗൾസ്. ഫൗൾസിൽ ഇത് കൊടുത്തു കഴിഞ്ഞാൽ അവരിൽ ഇതൊരു ആൻറ്റിജനിക് റെസ്പോൺസ് ഉണ്ടാക്കത്തില്ല, കാരണം അവരുടെ തന്നെ സാധനമാണ് അല്ലേ. അപ്പോൾ അതാണ് വ്യത്യാസം. അപ്പം എല്ലാ ഓർഗാനിസത്തിലും ഒരേ കോമ്പൗണ്ട് ഒരേ തരത്തിലുള്ള എഫക്റ്റ് ഉണ്ടാക്കണമെന്ന് നിർബന്ധമില്ല. A substance which acts as an antigen in one species may not be so in another species. ഒരു സ്പീഷീസിൽ ആൻറ്റിജനായിട്ട് ആക്ട് ചെയ്തു എന്ന് കരുതി എല്ലാ സ്പീഷീസിലും അത് ആൻറ്റിജനിക് ആവണമെന്ന് നിർബന്ധമില്ല. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ആൻറ്റിജൻസിൻ്റെ പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഈസ് സ്ട്രക്ചർ ഓഫ് ആൻറ്റിബോഡീസ്. ആൻറ്റിബോഡീസിൻ്റെ സ്ട്രക്ചർ.
ആൻറ്റിബോഡീസ് നമ്മൾ നേരത്തെ പറഞ്ഞു അത് പ്രോട്ടീൻസ് ആണെന്ന് പറഞ്ഞു. ദേ ആർ സിന്തസൈസ്ഡ് ബൈ ആൻ ഓർഗാനിസം ഇൻ റെസ്പോൺസ് ടു എ സ്പെസിഫിക് ആൻറ്റിജൻ. ഒരു സ്പെസിഫിക് ആൻറ്റിജന് എഗനിസ്റ്റ് ആയിട്ട് ഹോസ്റ്റ് സിന്തസൈസ് ചെയ്യുന്ന പ്രോട്ടീൻസ് ആണ് ആൻറ്റിബോഡീസ്. ഓൾ ആൻറ്റിബോഡീസ് ബിലോങ് ടു എ ക്ലാസ് ഓഫ് പ്ലാസ്മ ഗ്ലോബുലിൻസ് കോൾഡ് ഇമ്മ്യൂണോഗ്ലോബുലിൻസ്. അപ്പം ആൻറ്റിബോഡീസ് പ്രോട്ടീൻസ് ആണ്. ആ പ്രോട്ടീൻസ് വരുന്ന ആ വിഭാഗത്തിന് പ്ലാസ്മ ഗ്ലോബുലിൻസ് എന്നാണ് പറയുന്നത്. പ്ലാസ്മ ഗ്ലോബുലിൻസ് വരുന്ന ആ പ്ലാസ്മ ഗ്ലോബുലിൻസ് ആയിട്ടുള്ള ആൻറ്റിബോഡീസിനെ പറയുന്ന പേര് മറ്റൊരു പേരാണ് ഇമ്മ്യൂണോഗ്ലോബുലിൻ. അപ്പോൾ ഇമ്മ്യൂണോഗ്ലോബുലിൻ എന്നുള്ള ടേം നമുക്ക് അത്ര കോമൺ അല്ല. നമ്മളെപ്പോഴും ആൻറ്റിബോഡീസ് എന്നാണ് പറയുന്നത്. അപ്പോൾ ആൻറ്റിബോഡീസിൻ്റെ മറ്റൊരു പേരാണ് ഇമ്മ്യൂണോഗ്ലോബുലിൻസ്. ഓൾ ആൻറ്റിബോഡീസ് ഹാവ് എ കോമൺ ബേസിക് സ്ട്രക്ചർ. അപ്പോൾ എല്ലാ ആൻറ്റിബോഡീസും നോക്കിക്കഴിഞ്ഞാൽ ഒരു വൈ ഷേപ്ഡ് സ്ട്രക്ചറാണ്. ഒരു കോമൺ ഒരു വൈ, നമ്മുടെ ഇംഗ്ലീഷിലെ ക്യാപിറ്റൽ ലെറ്റർ വൈ ഉണ്ടല്ലോ, അത് എഴുതുന്ന പോലെയാണ് ഓരോ ആൻറ്റിബോഡീസ് ഇരിക്കുന്നത്. അപ്പോൾ അതിന് 4 പോളിപെപ്റ്റൈഡ് ചെയിനാണുള്ളത്. 4 പോളിപെപ്റ്റൈഡ് ചെയിൻ ചേർത്താണ് ഒരു ആൻറ്റിബോഡി ഫോം ചെയ്തേക്കുന്നത്. അപ്പോൾ അതിനകത്ത് വരുന്നത് 2 ഐഡൻറ്റിക്കലായിട്ടുള്ള ലൈറ്റ് ചെയിനും 2 ഐഡൻറ്റിക്കലായിട്ടുള്ള ഹെവി ചെയിനുമാണ്. 4 പോളിപെപ്റ്റൈഡ് ചെയിൻ ഉണ്ടെന്ന് പറഞ്ഞു. അതിൽ 2 ഐഡൻറ്റിക്കൽ ലൈറ്റ് ചെയിൻ ആൻഡ് 2 ഐഡൻറ്റിക്കൽ ഹെവി ചെയിൻ. ഈ 2 ലൈറ്റ് ചെയിനെയും 2 ഹെവി ചെയിനെയും കൂടെ കണക്ട് ചെയ്ത് വെക്കാനായിട്ട് ഡൈസൾഫൈഡ് ബോണ്ടുകളുണ്ട്. 2 സൾഫർ ചേർന്നിട്ടുള്ള ആ ബോണ്ടിനെയാണ് നമ്മൾ ഡൈസൾഫൈഡ് ലിങ്കേജ്, അത് കോവാലൻ്റ് ബോണ്ടാണ്. അതുപോലെ നോൺ കോവാലൻ്റ് ഇൻട്രാക്ഷനും ഇത് 2 ലൈറ്റ് ചെയിനെയും ഹെവി ചെയിനെയും കൂടെ കണക്ട് ചെയ്ത് നിർത്താനായിട്ട് സഹായിക്കുന്നുണ്ട്. അപ്പം ഇമ്മ്യൂണോഗ്ലോബുലിൻ്റെ സ്ട്രക്ചർ ഒരു വൈ ഷേപ്ഡ് സ്ട്രക്ചറാണ്. അതിൽ 4 പോളിപെപ്റ്റൈഡ് ചെയിനുണ്ട്, 2 ലൈറ്റ് ആൻഡ് 2 ഹെവി ചെയിൻ. ആ ചെയിനുകളെ തമ്മിൽ കണക്ട് ചെയ്ത് നിർത്തുന്നത് ഡൈസൾഫൈഡ് ലിങ്കേജും നോൺ കോവാലൻ്റ് ലിങ്കേജസുമാണ്. ഇനി ഈ ഹെവി ചെയിൻ്റെ ആ ഒരു ഡിഫറൻസ് അനുസരിച്ച് നമ്മൾ ഇമ്മ്യൂണോഗ്ലോബുലിൻസിനെ 5 ക്ലാസ്സസ് ആയിട്ട് തരംതിരിച്ചിട്ടുണ്ട്. അപ്പം 5 ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് ഹെവി ചെയിൻസ് ഉണ്ട്. അപ്പം ആ ഹെവി ചെയിൻസിൻ്റെ ഡിഫറൻസ് അനുസരിച്ചാണ് നമ്മൾ ഈ ഇമ്മ്യൂണോഗ്ലോബുലിൻസിനെ 5 ഡിഫറെൻറ്റ് ക്ലാസ് ആയിട്ട് ക്ലാസിഫൈ ചെയ്തേക്കുന്നത്. ഹെവി ചെയിൻ ആൻഡ് ലൈറ്റ് ചെയിൻസ് ആർ ഡിവൈഡഡ് ഇൻറ്റു കോൺസ്റ്റൻറ്റ് റീജിയൻസ് ആൻഡ് വേരിയബിൾ റീജിയൻ. ഇനി ഹെവി ചെയിൻ നോക്കിയാലും ലൈറ്റ് ചെയിൻ നോക്കിയാലും 2 ഭാഗങ്ങളുണ്ട്. ഓരോന്നിനും 2 ഭാഗങ്ങൾ വെച്ചുണ്ട്. ഹെവി ചെയിനിലും ഒരു കോൺസ്റ്റൻറ്റ് റീജിയണും വേരിയബിൾ റീജിയണും ഉണ്ട്. ലൈറ്റ് ചെയിനിലും കോൺസ്റ്റൻറ്റ് റീജിയണും വേരിയബിൾ റീജിയണും ഉണ്ട്. Constant region of the antibodies are same for all antibiotics of the same class and subclass. അപ്പോൾ കോൺസ്റ്റൻറ്റ് റീജിയൺ എന്ന് പേര് വരാൻ കാരണം നമ്മൾ ആദ്യമേ പറഞ്ഞു ഹെവി ചെയിനിലെ ഡിഫറൻസ് അനുസരിച്ച് 5 ക്ലാസ് ഉണ്ടെന്ന് പറഞ്ഞു. പക്ഷേ ഈ ഹെവി ചെയിനിലെ ലൈറ്റ് ചെയിനിലെ കോൺസ്റ്റൻറ്റ് റീജിയൺ എന്ന് പറയുന്നത് എല്ലാ 5 ക്ലാസ്സിലും ഒരേ ക്ലാസ്സിൽ വരുന്ന മെമ്പേഴ്സിൽ സിമിലർ ആയിരിക്കും. മനസ്സിലായി? അപ്പോൾ ഒറ്റ ക്ലാസ്സിൽ വരുന്ന എല്ലാ മെമ്പേഴ്സിൻ്റെയും കോൺസ്റ്റൻറ്റ് റീജിയൺ, ഹെവി ചെയിൻ്റെ കോൺസ്റ്റൻറ്റ് റീജിയൺ ആയാലും ലൈറ്റ് ചെയിൻ്റെ കോൺസ്റ്റൻറ്റ് റീജിയൺ ആയാലും ഒരുപോലെ ഇരിക്കും. വേരിയബിൾ റീജിയണിലായിരിക്കും അവ വ്യത്യാസപ്പെടുത്തിയേക്കുന്നത്. ഓക്കെ, അപ്പോൾ ഒരു ആൻറ്റിബോഡിയുടെ സ്ട്രക്ചറാണ് നമ്മൾ പറഞ്ഞത്. ഇമ്മ്യൂണോഗ്ലോബുലിൻ്റെ സ്ട്രക്ചറാണ് പറഞ്ഞത്. ഇമ്മ്യൂണോഗ്ലോബുലിൻ ഒരു വൈ ഷേപ്ഡ് സ്ട്രക്ചറാണ് കാണിക്കുന്നത്. ഹെവി ചെയിൻ ലൈറ്റ് ചെയിൻ ലിങ്ക് ചെയ്യാനായിട്ട് ഡൈസൾഫൈഡ് ആൻഡ് നോൺ കോവാലൻ്റ് ലിങ്കേജസ് ഉണ്ട്. പിന്നെ ഹെവി ചെയിൻ്റെ ഡിഫറൻസ് അനുസരിച്ച് 5 ക്ലാസ് ഉണ്ട്. ഈ 5 ക്ലാസ്സിലും ഓരോ ഹെവി ചെയിനിലും ലൈറ്റ് ചെയിനും 2 പാർട്ടുണ്ട്. ഒരു കോൺസ്റ്റൻറ്റ് റീജിയൺ ആൻഡ് വേരിയബിൾ റീജിയൺ. കോൺസ്റ്റൻറ്റ് റീജിയൺ ഒരേ ക്ലാസ്സിൽ വരുന്ന എല്ലാ ആൻറ്റിബോഡീസിലും സെയിം ആയിരിക്കും. കോൺസ്റ്റൻറ്റ് റീജിയൺ ഓഫ് ആൻറ്റിബോഡീസ് ഡു നോട്ട് ബൈൻഡ് ടു ആൻറ്റിജൻ. അതുപോലെ കോൺസ്റ്റൻറ്റ് റീജിയൻ ഒരിക്കലും ആൻറ്റിജനുമായിട്ട് ബൈൻഡ് ചെയ്യുന്നില്ല. ദേ ഡിറ്റർമിൻ ദ ഫേറ്റ് ഓഫ് ദ ആൻറ്റിജൻ ബൈൻഡ് ബൈ ദ ആൻറ്റിജൻ ബൈൻഡിങ് സൈറ്റ്. ആൻറ്റിജൻ ബൈൻഡിങ് സൈറ്റിലേക്ക് വന്ന് ബൈൻഡ് ചെയ്യുന്ന ആൻറ്റിജൻ ഇനി എന്താണ് അതിൻ്റെ ഫേറ്റ്, അതിൻ്റെ വിധി ഇനി എന്താണെന്ന് തീരുമാനിക്കുന്നതാണ് കോൺസ്റ്റൻറ്റ് റീജിയൻ്റെ ജോലി. കോൺസ്റ്റൻറ്റ് റീജിയൻ നേരിട്ടൊരിക്കലും ആൻറ്റിജനുമായിട്ട് ബൈൻഡ് ചെയ്യുന്നില്ല. The terminal portion of both heavy chain and light chain in different immunoglobulin class show considerable variation in amino acid sequence. അപ്പോൾ ഹെവി ചെയിൻ്റെ ലൈറ്റ് ചെയിൻ്റെ ടെർമിനൽ സീക്വൻസ്, അതിൻ്റെ ഏറ്റവും അറ്റത്ത് വരുന്ന സീക്വൻസ് അതെന്ന് പറയുന്നത് എല്ലാ ക്ലാസ് ഇമ്മ്യൂണോഗ്ലോബുലിൻസിലും ഡിഫറെൻറ്റ് അമിനോ ആസിഡ് സീക്വൻസ് ആണ്. അതിനെയാണ് നമ്മൾ വേരിയബിൾ റീജിയൻ എന്ന് പറഞ്ഞത്. അപ്പോൾ ആ വേരിയബിൾ റീജിയൻ എന്ന് പേര് വരാൻ കാരണം എന്താ? അവിടുത്തെ അമിനോ ആസിഡ് സീക്വൻസുകൾ വളരെ വേരിയിങ് ആണ്. അപ്പോൾ ലൈറ്റ് ചെയിനിലെ ആയാലും ഹെവി ചെയിനിലെ ആയാലും അതിൻ്റെ ടെർമിനൽ റീജിയൻസിൽ വരുന്ന അമിനോ ആസിഡ് സീക്വൻസുകൾ ഹൈലി വേരീഡ് ആണ്, പലതാണ്. അതുകൊണ്ടാണ് നമ്മൾ അതിനെ വേരിയബിൾ റീജിയൻ എന്ന് പറയുന്നത്. വേരിയബിൾ റീജിയൻ കൺസിസ്റ്റ് ഓഫ് എ ക്വാർട്ടർ ഓഫ് ഹെവി ചെയിൻ അറ്റ് ദ എൻഡ് ടെർമിനൽ ആൻഡ് 1/2 ഓഫ് ദ ലൈറ്റ് ചെയിൻ അറ്റ് ദ എൻഡ് ടെർമിനൽ. അപ്പം
വേരിയബിൾ റീജിയൻ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ വേരിയബിൾ റീജിയനിൽ വരുന്ന വേരിയബിൾ റീജിയൻ്റെ നീളം എന്ന് പറയുന്നത് എൻ ടെർമിനൽ റീജിയനിലെ ഹെവി ചെയിൻ്റെ ക്വാർട്ടർ, ഹെവി ചെയിൻ്റെ 1/4, ലൈറ്റ് ചെയിൻ്റെ ഹാഫും, ലൈറ്റ് ചെയിൻ എന്ന് പറയുന്നത് ചെറുതാണ്, അതിൻ്റെ പകുതിയും, ഹെവി ചെയിൻ്റെ ക്വാർട്ടർ അത്രയും 1/4 അത്രയും ചേർന്നിട്ടാണ് ഈ വേരിയബിൾ റീജിയൻ എന്നുള്ള റീജിയൻ ഫോം ചെയ്തേക്കുന്നത്. അപ്പം വേരിയബിൾ റീജിയൻ ഈസ് ഫോംഡ് ബൈ ഹാഫ് ഓഫ് ദ ലൈറ്റ് ചെയിൻ ആൻഡ് ക്വാർട്ടർ ഓഫ് ദ ഹെവി ചെയിൻ. ഹെവി ചെയിൻ്റെ ടോട്ടൽ ലെങ്തിലെ 4/1 ഭാഗവും ലൈറ്റ് ചെയിൻ്റെ ടോട്ടൽ ലെങ്തിലെ പകുതി റീജിയനൂടെ ചേർന്നിട്ടാണ് ഈ വേരിയബിൾ റീജിയൻ എന്നുള്ള റീജിയൻ ഫോം ചെയ്തേക്കുന്നത്. The whole branching region of the immunoglobulin molecule consists of N-terminal half of the heavy chain and light chain together make up the FAB fragment. അപ്പോൾ ഈ N-terminal region ഉണ്ടെന്ന് പറഞ്ഞല്ലോ, ഹെവി ചെയിൻ്റെ N-terminal region, ലൈറ്റ് ചെയിൻ്റെ N-terminal region, അതായത് അത് രണ്ടും വരുന്നത് വേരിയബിൾ റീജിയനിൽ തന്നെയാണ്. ഈ വേരിയബിൾ റീജിയൻ്റെ ടിപ്പ് അതിനെ നമ്മൾ പറയുന്ന പേരാണ് ഫ്രാഗ്മെൻറ്റ് ആൻറ്റിജൻ ബൈൻഡിങ്, FAB എന്ന് പറയും. ഫ്രാഗ്മെൻറ്റ് ആൻറ്റിജൻ ബൈൻഡിങ് നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു, സി റീജിയൺ ഒരിക്കലും ആൻറ്റിജനുമായിട്ട് ബൈൻഡ് ചെയ്യുന്നില്ല. പിന്നെ ബൈൻഡ് ചെയ്യുന്ന ഏതാണ്? ഈ വേരിയബിൾ റീജിയൺ. അപ്പോൾ വേരിയബിൾ റീജിയൻ്റെ ഏറ്റവും അറ്റത്ത് വരുന്ന ഹെവി ചെയിൻ്റെ ലൈറ്റ് ചെയിൻ്റെ ഏറ്റവും ടിപ്പിൽ വരുന്ന പോർഷനാണ് ഫ്രാഗ്മെൻറ്റ് ആൻറ്റിജൻ ബൈൻഡിങ് അല്ലെങ്കിൽ FAB എന്ന് പറയുന്നത്. അയാളുടെ ജോലി എന്താ? ആൻറ്റിജനുമായിട്ട് ബൈൻഡ് ചെയ്യുക എന്നുള്ളതാണ്. ഇറ്റ് കണ്ടെയ്ൻ ആൻറ്റിജൻ ബൈൻഡിങ് സൈറ്റ് ഓഫ് ദ ഇമ്മ്യൂണോഗ്ലോബിൻ. അപ്പോൾ ഫ്രാഗ്മെൻറ്റ് ആൻറ്റിജൻ ബൈൻഡിങ് സൈറ്റിലാണ് ആൻറ്റിജനെ ബൈൻഡ് ചെയ്യാനുള്ള ആ ഒരു എന്താണ് നമ്മൾ നേരത്തെ പറഞ്ഞ പാരാടോപ്പ് ലൊക്കേറ്റ് ചെയ്തേക്കുന്നത്. ദ സി ടെർമിനൽ ഹാഫ് ഓഫ് ദ ഹെവി ചെയിൻ ആർ ദ FC fragment and is crystallizable and serve the function such as complement activation, binding to certain cell type like മൈക്രോഫേജസ്. അപ്പോൾ ഈ സി ടെർമിനൽ റീജിയണിൽ നമ്മൾ പറഞ്ഞായിരുന്നു അയാൾ ആൻറ്റിജനുമായിട്ട് ബൈൻഡ് ചെയ്യത്തില്ല. അയാൾ ഈ ബൈൻഡ് ചെയ്ത FAB ഫ്രാഗ്മെൻറ്റിലേക്ക് ബൈൻഡ് ചെയ്ത ആൻറ്റിജൻ്റെ ഫെയ്റ്റ് എന്താണ്, അതിന് എന്തിലേക്ക് നയിക്കപ്പെടണം എന്ന് തീരുമാനിക്കുന്നതാണ് ഈ കോൺസ്റ്റൻറ്റ് റീജിയൺ എന്ന് പറഞ്ഞ്. അപ്പോൾ കോൺസ്റ്റൻറ്റ് റീജിയണിന് നമ്മൾ FC ഫ്രാഗ്മെൻ്റ് എന്നാണ് പറയുന്നത്. ഫ്രാഗ്മെൻറ്റ് ക്രിസ്റ്റലൈസബിൾ എന്ന് പറയും. ഹെവി ചെയിൻ്റെ സി ടെർമിനൽ ഹാഫ് അതിനെ നമ്മൾ പറയുന്നത് എന്താണ്? ഫ്രാഗ്മെൻറ്റ് ക്രിസ്റ്റലൈസബിൾ എന്നാണ്. അത് കോംപ്ലിമെൻ്റ് ആക്ടിവേഷൻ, അതായത് ഈ വന്ന് ബൈൻഡ് ചെയ്ത ആൻറ്റിജനെ ഇനി എങ്ങനെ ഏതൊക്കെ പാത്ത് വേ കൂടെ പോയിട്ടാണ് അതിനെ ഡിസ്ട്രക്റ്റ് ചെയ്യേണ്ടത്, അതിനൊരു സെപ്പറേറ്റ് കാസ്കേഡാണ്, അതിനെ കോംപ്ലിമെൻ്റ് ആക്ടിവേഷൻ എന്ന് പറയും. അതല്ലെങ്കിൽ അത് മാക്രോഫേജസിന് കൊടുത്തിട്ട് ഫാഗോസൈറ്റോസിസിന് വിധേയമാക്കുവാണോ? ഫാഗോസൈറ്റോസിസ് നമ്മൾ ഫസ്റ്റ് ക്ലാസ്സിൽ പഠിച്ചതാണ്. അപ്പോൾ ഫാഗോസൈറ്റോസിസിന് വിധേയമാക്കുവാണോ എന്നൊക്കെ ഉള്ളത് ഡിറ്റർമിൻ ചെയ്യുന്നത് ഈ എന്താണ്? ഈ ഫ്രാഗ്മെൻറ്റ് ക്രിസ്റ്റലൈസബിൾ എന്ന് പറയുന്ന FC ഫ്രാഗ്മെൻ്റ് ആണ്. അപ്പോൾ സി ടെർമിനൽ ഹാഫ് ഓഫ് ദ ഹെവി ചെയിൻ്റെ സി ടെർമിനൽ ഹാഫിനെയാണ് നമ്മൾ ഫ്രാഗ്മെൻറ്റ് FC ഫ്രാഗ്മെൻറ്റ് അല്ലെങ്കിൽ ഫ്രാഗ്മെൻറ്റ് ക്രിസ്റ്റലൈസബിൾ എന്ന് പറയുന്നത്. അതിൻ്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് കോംപ്ലിമെൻ്റ് ആക്ടിവേഷൻ. ആൻറ്റിജൻ വന്ന് ബൈൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇനി ഈ ആൻറ്റിജനെ ഡിസ്ട്രക്റ്റ് ചെയ്യാൻ എന്തൊക്കെയാണ് മാർഗം? ഇനി കോംപ്ലിമെൻ്റ് ആക്ടിവേഷൻ വഴിയാണോ അതല്ലെങ്കിൽ മാക്രോഫേജസിന് കൊടുത്തിട്ടാണോ തീരുമാനിക്കുന്നത് ഈ FC ഫ്രാഗ്മെൻ്റ് ആണ്. അപ്പം ആൻറ്റിബോഡിയുടെ സ്ട്രക്ചറിൽ കോൺസ്റ്റൻറ്റ് റീജിയൻ്റെ പ്രത്യേകത അതൊരിക്കലും ആൻറ്റിജനിലേക്ക് വന്ന് ബൈൻഡ് ചെയ്യുന്നില്ല. അത് ആ ബൈൻഡ് ചെയ്യുന്ന ഫ്രാഗ്മെൻറ്റ് ആൻറ്റിജൻ ബൈൻഡിങ് സൈറ്റ് അല്ലെങ്കിൽ FAB ഫ്രാഗ്മെൻറ്റിലേക്ക് വന്ന് ബൈൻഡ് ചെയ്യുന്ന ആൻറ്റിജൻ്റെ ഫെയ്റ്റ് എന്താണെന്ന് ഡിറ്റർമിൻ ചെയ്യുകയാണ് അവരുടെ ജോലി. വേരിയബിൾ റീജിയൻ എന്ന് പറയുന്നത് ഹെവി ചെയിൻ്റെ ക്വാർട്ടറും ലൈറ്റ് ചെയിൻ്റെ 1/2 കൂടെ ചേർന്നിട്ട് ഫോം ചെയ്തേക്കുന്ന റീജിയനാണ്. അവിടെ ആൻറ്റിജനുമായിട്ട് ബൈൻഡ് ചെയ്യാനുള്ള സൈറ്റ് ഉണ്ട്. ആ ടെർമിനൽ റീജിയനിലുള്ള സൈറ്റിനെ ഫ്രാഗ്മെൻറ്റ് ആൻറ്റിജൻ ബൈൻഡിങ് എന്ന് പറയുന്നു. ഓക്കെ, അപ്പം നമുക്ക് ഇതിൻ്റെ ഒരു ഡയഗ്രാം ഒന്ന് ജസ്റ്റ് നോക്കാം. ഇതാണ് ഇമ്മ്യൂണോഗ്ലോബുലിൻ്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത്. അപ്പോൾ ഫസ്റ്റ് ഡയഗ്രാം ഒന്ന് നോക്കിയേ. ഫസ്റ്റിൽ നിങ്ങൾക്ക് ഒരു ലൈറ്റ് ചെയിൻ കാണാം, ഒരു ചെറിയ ചെയിൻ, ഒറ്റ വര, അതാണ് ലൈറ്റ് ചെയിൻ എന്ന് പറയുന്നത്. അതിൻ്റെ ഇപ്പുറത്ത് വൈ ഷേപ്പിൽ നടുക്കൂടെ കാണുന്ന ആ വൈ ഉണ്ടല്ലോ, അപ്പോൾ രണ്ട് സൈഡിലും ഓരോ കൊച്ച് ലൈറ്റ് ചെയിൻസ്, രണ്ട് സൈഡിലും ഓരോ ലൈറ്റ് ചെയിൻ. നടുക്ക് കാണുന്ന ആ വൈ ഷേപ്ഡ് സ്ട്രക്ചർ മൊത്തത്തിലുള്ളതാണ് ഹെവി ചെയിൻ എന്ന് പറയുന്നത്. അപ്പോൾ ഹെവി ചെയിൻ എന്ന് പറയുന്നത് ലൈറ്റ് ചെയിനിൻ്റെ ഇരട്ടിയേക്കാൾ കുറച്ചുകൂടെ നീളം കൂടുതലാണ്. അപ്പോൾ ആ ലൈറ്റ് ചെയിനും ഹെവി ചെയിനും തമ്മിൽ ഒരു SS ബോണ്ട് കാണിച്ചേക്കുന്നുണ്ടോ, ലൈറ്റ് ചെയിനെ ഹെവി ചെയിനെയും കൂടെ കണക്ട് ചെയ്യാനായിട്ട്. അതാണ് ഡൈസൾഫൈഡ് ബോണ്ട്, അതൊരു കോവാലൻ്റ് ബോണ്ടാണ്. ഇത് കൂടാണ്ട് രണ്ട് ഹെവി ചെയിൻ്റെ നടുക്ക് SS ബോണ്ട് കാണിച്ചിട്ടുണ്ട്, അതും ഡൈസൾഫൈഡ് ബോണ്ടാണ്. അത് രണ്ടിനെയും കൂടെ കണക്ട് ചെയ്ത് നിർത്താനായിട്ട് സഹായിക്കുന്ന ബോണ്ടാണ്. ഇത് കൂടാതെ നോൺ കോവാലൻ്റ്, അതായത് അയോണിക് അല്ലെങ്കിൽ ഇലക്ട്രോസ്റ്റാറ്റിക് ഇൻട്രാക്ഷൻസൊക്കെ ഇതിനെ തമ്മിൽ കണക്ട് ചെയ്ത് നിർത്താനായിട്ട് ഉണ്ട്. പിന്നെ നമുക്ക് പറഞ്ഞത്
അതിൻ്റെ ആ FAB ഫ്രാഗ്മെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ FAB ഫ്രാഗ്മെൻ്റ് എന്ന് മാർക്ക് ചെയ്തേക്കുന്നതുണ്ടോ, ആ ഒരു റീജിയണിലാണ് ആൻറ്റിജൻ ബൈൻഡിങ്. മണ്ടയ്ക്ക് AG ബൈൻഡിങ്, അതായത് ആൻറ്റിജൻ ബൈൻഡിങ് എന്നുള്ളതിൻ്റെ ഷോർട്ട് ഫോമാണ് AG ബൈൻഡിങ് എന്ന് കാണിച്ചേക്കുന്നത്, ഫ്രാഗ്മെൻറ്റ് ആൻറ്റിജൻ ബൈൻഡിങ്. പിന്നെ മാർക്ക് ചെയ്തേക്കുന്നത് ഫ്രാഗ്മെൻറ്റ് ക്രിസ്റ്റലൈസബിൾ, അത് എന്താണ് ഹെവി ചെയിൻ്റെ ലാസ്റ്റ് പോർഷൻ, അതാണ് ഫ്രാഗ്മെൻറ്റ് ക്രിസ്റ്റലൈസബിൾ എന്ന് പറഞ്ഞേക്കുന്നത്. ഫ്രാഗ്മെൻറ്റ് ക്രിസ്റ്റലൈസബിൾ അതാണ് കോംപ്ലിമെൻ്റ് ആക്ടിവേഷനും അതുപോലെ തന്നെ എന്താണ് മാക്രോഫേജസ് വഴിയാണോ ഡിസ്ട്രക്ഷൻ എന്നൊക്കെ ഉള്ളത് തീരുമാനിക്കുന്നത്. അപ്പോൾ മാക്രോഫേജസിനെയൊക്കെ ആക്ടിവേറ്റ് ചെയ്യുന്നത് ആ ഒരു റീജിയനാണ്. ഓക്കെ, അപ്പം ഇതാണ്. അതുപോലെ ഇതിലെ വേരിയബിൾ റീജിയനാണ് ആ ഒരു ഡാർക്ക് മെറൂൺ കളറിൽ ടിപ്പിൽ കാണിച്ചേക്കുന്ന ആ ഒരു റീജിയൻ, വേരിയബിൾ റീജിയൻ. അതിലേക്കാണ് ഈ ആൻറ്റിജൻ വന്ന് ബൈൻഡ് ചെയ്യുന്നത്. അല്ലാതെ നീല നിറത്തിൽ കാണിച്ചേക്കുന്ന ആ റീജിയൻസാണ് എന്താണ് കോൺസ്റ്റൻറ്റ് റീജിയൻസ് എന്ന് പറയുന്നത്, കോൺസ്റ്റൻറ്റ് റീജിയൻസ്. ഓക്കെ, ഇനി അടുത്ത സെക്കൻഡ് ഡയഗ്രാം, റൈറ്റ് സൈഡിലെ ഡയഗ്രാം നോക്കിയേ. അതിൽ കുറച്ചുകൂടെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് കുറച്ചുകൂടെ മനസ്സിലാവാനായിട്ട്. ലൈറ്റ് ചെയിൻ, അതുപോലെ ലൈറ്റ് ചെയിനിന് ഹെവി ചെയിനെയും കൂടെ കണക്ട് ചെയ്യാനായിട്ടുള്ള ഡൈസൾഫൈഡ് ബോണ്ട് കാണിച്ചിട്ടുണ്ട്. പിന്നെ ആ വൈയുടെ ആ ഒരു വൈ ഷേപ്പ് സ്ട്രക്ചർ വരയ്ക്കുമ്പോൾ അവിടെ ഒരു കണക്ഷൻ ഉണ്ടല്ലോ, ഒരു ഹിഞ്ച് ഉണ്ട്, ആ ഒരു ഹിഞ്ച് റീജിയൻ. പിന്നെ എന്താണ് കോൺസ്റ്റൻറ്റ് ഡൊമെയിൻ കാണിച്ചിട്ടുണ്ട് ഹെവി ചെയിൻ്റെ. അതുപോലെ അതിൽ കാർബോഹൈഡ്രേറ്റ് മൊയിറ്റീസ് ഒക്കെ കാണിച്ചിട്ടുണ്ട്. പിന്നെ ഒരു 4 പോളിപെപ്റ്റൈഡ് ചെയിനാണ്. അപ്പോൾ പോളിപെപ്റ്റൈഡിൻ്റെ പ്രത്യേകത എന്താണ്, അതിനൊരു കാർബോക്സി ടെർമിനലും അമിനോ ടെർമിനലും കാണും. അമിനോ ടെർമിനലിലാണ് എപ്പോഴും വന്ന് ആൻറ്റിജൻ ബൈൻഡിങ് സൈറ്റായിട്ട് മാറുന്നത്. അപ്പോൾ NH2 വരുന്ന രണ്ട് ആംസ് കൂടെ ചേർന്നിട്ടുള്ള NH2 സൈറ്റ്. അപ്പോൾ ഹെവി ചെയിൻ്റെയും ലൈറ്റ് ചെയിൻ്റെയും പോർഷൻ ഒന്നിച്ച് വരുന്ന ഭാഗത്താണ് ആൻറ്റിജൻ വന്ന് ബൈൻഡ് ചെയ്യുന്നത്. അപ്പോൾ 2 NH2 ടെർമിനലും ആൻറ്റിജൻ ബൈൻഡിങ് സൈറ്റാണ്. താഴെയാണ് കാർബോക്സി ടെർമിനൽ വരുന്നത്. ലൈറ്റ് ചെയിൻ്റെ കാർബോക്സി ടെർമിനൽ ആ വൈ ഷേപ്ഡ് ഹിഞ്ചിൻ്റെ അടുക്ക തന്നെ വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം അതിൻ്റെ സ്ട്രക്ചർ, ഇമ്മ്യൂണോഗ്ലോബുലിൻ്റെ അല്ലെങ്കിൽ ആൻറ്റിബോഡീസിൻ്റെ സ്ട്രക്ചർ എങ്ങനെയാണെന്ന് മനസ്സിലായി കാണുമല്ലോ. ഓക്കെ, next is classes of immunoglobulin. Based on the structure of heavy chain constant region, immunoglobulins are classified into major grouped termed classes. അപ്പം ഹെവി ചെയിൻ്റെ കോൺസ്റ്റൻറ്റ് റീജിയൻ അനുസരിച്ച് ഇമ്മ്യൂണോഗ്ലോബുലിനെ 5 ക്ലാസ്സസ് ആയിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്തേക്കുന്നു. അപ്പോൾ ഇതിൻ്റെയൊക്കെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇമ്മ്യൂണോഗ്ലോബുലിൻ മോളിക്യൂൾസിൻ്റെ തന്നെ വേരിയൻസ് ആണ്. അതുകൊണ്ട് നമ്മൾ ഇതിനെ ഐസോടൈപ്പ് എന്ന് പറയുന്നു. These classes are all variants of immunoglobulin molecules and they are also called isotype. 5 different types ആണ് ഉള്ളത്. They are classified based on the difference in the amino acid sequence in their constant region and by the antigenic determinants in the constant region of the heavy chain. അപ്പോൾ ഹെവി ചെയിൻ്റെ കോൺസ്റ്റൻറ്റ് റീജിയനിലെ അമിനോ ആസിഡ് സീക്വൻസിൻ്റെ ഡിഫറൻസ് അനുസരിച്ചാണ് ഈ 5 ക്ലാസ് നമ്മൾ പറയുന്നത്. Classes of immunoglobulins. In humans there are 5 chemically and physically distinct classes of antibodies. അപ്പോൾ ഹ്യൂമൻസിൽ 5 ഡിസ്റ്റിൻറ്റ് ക്ലാസ്സസ് ആണുള്ളത്. അത് ഫിസിക്കലി ആൻഡ് കെമിക്കലി അത് ഡിസ്റ്റിങ്റ്റ് ആണ്. എന്നുവെച്ചാൽ ഷേപ്പ് പരമായിട്ടും അതുപോലെ തന്നെ കെമിക്കൽ സ്ട്രക്ചറിൻ്റെ ഇതായിട്ടും ആ ഒരു വേർതിരിവ് കാണിക്കുന്ന 5 ക്ലാസ്സസ് ആണ് ഹ്യൂമൻസിലുള്ളത്. IgG, IgA, IgM, IgD ആൻഡ് IgE. IgG, IgA, IgM, IgD ആൻഡ് IgE. അപ്പോൾ IG എന്ന് പറഞ്ഞാൽ ഇമ്മ്യൂണോഗ്ലോബുലിൻ എന്നുള്ളതിൻ്റെ ചുരുക്കെഴുത്താണ്. I ക്യാപിറ്റലും G സ്മോളും ആണ്. പിന്നെ എഴുതുന്ന അതിനെ നൊട്ടേറ്റ് ചെയ്യുന്ന ഓരോ ക്ലാസ്സിൻ്റെ പേരും നമ്മൾ ക്യാപിറ്റൽ ലെറ്ററിൽ തന്നെയാണ് എഴുതുന്നത്. IgG, IgA, IgM, IgD ആൻഡ് IgE. അപ്പോൾ ദീസ് ആർ ദ 5 ഡിഫറെൻറ്റ് ക്ലാസ്സസ് ഓഫ് ഇമ്മ്യൂണോഗ്ലോബുലിൻസ്. IgG ആൻഡ് IgDയുടെ പ്രത്യേകത അതുപോലെ തന്നെ IgEയും ഉണ്ട്. IgEയും മോണോമേഴ്സാണ്. IgD ആൻഡ് IgE ആർ മോണോമേഴ്സ്. മോണോമേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പം ഒരു വൈ ഷേപ്ഡ് സ്ട്രക്ചർ കണ്ടില്ലേ, അത്ര ഒറ്റ സ്ട്രക്ചർ മാത്രമേ ഈ IgDക്കും IgGക്കും അതുപോലെ IgEക്കും കാണത്തുള്ളൂ. അതിൻ്റെ മോളിക്കുലർ വെയിറ്റ് എന്ന് പറയുന്നത് ഏകദേശം ഇതെത്ര ഉണ്ട്, 1,50,000 ഡാൾട്ടണോളം അതിൻ്റെ മോളിക്കുലർ വെയിറ്റ് വരുന്നുണ്ട്. IgM എന്ന് പറയുന്നത് പെൻഡാമറാണ്. പെൻഡാമർ എന്ന് പറയുമ്പോഴത്തേക്കിന് നമ്മളിപ്പം മോണോമറാണ് വൈ ഷേപ്ഡ് സ്ട്രക്ചറായിട്ട് കാണിച്ചത്. പെൻഡാമർ എന്ന് പറയുമ്പോൾ 5 ഇതുപോലത്തെ വൈ ഷേപ്ഡ് സ്ട്രക്ചർ നടുക്കൊരു റിങ്ങുമായിട്ട് കണക്ട് ചെയ്ത് വരുന്നതാണ്
പെൻഡാമറിക് സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇതുപോലത്തെ 5 സാധനം ഒരു നടുക്കൊരു റിങ്ങിലേക്ക് കണക്ട് ചെയ്തേക്കുന്നു. അതാണ് IgM. അപ്പോൾ പെൻഡാമറാണ്. അപ്പോൾ ഇതിൻ്റെ 5 ഇരട്ടിയായിരിക്കും അതിൻ്റെ ഭാരം എന്ന് പറയുന്നത്. IgA എന്ന് പറയുന്നത് ഒന്നുകിൽ മോണോമറായിട്ട് എക്സിസ്റ്റ് ചെയ്യാൻ കഴിവുണ്ട്, അല്ലെങ്കിൽ ഡൈമർ ആകുമ്പോഴത്തേന് 2 വൈ ഷേപ്ഡ് സ്ട്രക്ചർ ഒന്നിച്ച് കണക്ട് ചെയ്ത് വരുന്നത്, അല്ലെങ്കിൽ ട്രൈമർ അതെന്ന് വെച്ചാൽ 3 എണ്ണം വരുന്നത്. അപ്പം ഈ IgAക്ക് ഒന്നുകിൽ മോണോമർ, ഡൈമർ അല്ലെങ്കിൽ ട്രൈമർ ഇത് ഏതെങ്കിലും ഷേപ്പും അറ്റൈൻ ചെയ്യാനുള്ള കഴിവുണ്ട്. IgA അതിനെ നമ്മൾ സെക്രീറ്ററി ഇമ്മ്യൂണോഗ്ലോബുലിൻ എന്നാണ് പറയുന്നത്. പല സെക്രീഷൻസിലും കാണപ്പെടുന്നതാണ്. അതായത് പ്ലാസ്മയിലുണ്ട്, അതുകൂടാണ്ട് തന്നെ സലേവയിലും മിൽക്കിലും ഒക്കെ ഉണ്ട്. അപ്പം അമ്മയുടെ കൊളസ്ട്രം എന്ന് പറയുന്ന ബ്രസ്റ്റ് മിൽക്കിൽ കൂടെ നമുക്ക് കിട്ടുന്ന, നമ്മൾ നേരത്തെ പാസീവ് ഇമ്മ്യൂണിറ്റി പറഞ്ഞപ്പം പറഞ്ഞതാണ് അല്ലേ, അമ്മയുടെ മിൽക്കിൽ നിന്നും നമുക്ക് ആൻറ്റിബയോട്ടിക്സ് ആൻറ്റിബോഡീസ് കിട്ടുന്നുണ്ടെന്ന്. അപ്പോൾ ആ ആൻറ്റിബോഡീസിന് എക്സാമ്പിളാണ്, അങ്ങനെ കിട്ടുന്ന ആൻറ്റിബോഡിയാണ് ഏത് IgA എന്ന് പറയുന്നത്. അപ്പോൾ അമ്മയുടെ മിൽക്ക് വഴി അതുപോലെ സലേവയിലുള്ള ആൻറ്റിബോഡി, അതായത് സെക്രീഷൻസിൽ കാണുന്ന ആൻറ്റിബോഡി ഏതാണെന്ന് ചോദിച്ചാൽ IgA ആണ്. IgA എന്ന് പറയുന്ന ക്ലാസ്സിൽ വരുന്ന ഇമ്മ്യൂണോഗ്ലോബുലിനാണ്. ഇനി വാലൻസി ഓഫ് ആൻറ്റിബോഡി ഈസ് ദ മാക്സിമം നമ്പർ ഓഫ് ആൻറ്റിജനിക് ഡിറ്റർമിനൻറ്റ് വിത്ത് വിച്ച് ഇറ്റ് ക്യാൻ റിയാക്ട്. അപ്പം ഒരു ആൻറ്റിബോഡിയുടെ വാലൻസി എന്ന് പറഞ്ഞാൽ അതിന് എത്രത്തോളം ആൻറ്റിജനുമായിട്ട് റിയാക്ട് ചെയ്യാൻ പറ്റും, അതാണ് അതിൻ്റെ വാലൻസി എന്ന് പറയുന്നത്. അപ്പോൾ വാലൻസി ഓഫ് ആൻറ്റിബോഡി ഈസ് ദ maximum number of antigenic determinant with which it can react. IgG and IgD are having 2 FAB regions and can bind with 2 molecules of antigen. IgGയുടെ IgDയുടെയും പ്രത്യേകത അതിന് 2 FAB ഫ്രാഗ്മെൻറ്റ്സ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് അതിന് 2 ആൻറ്റിജനുമായിട്ട് നമ്മൾ പറഞ്ഞിരുന്നത് 2 മോണോമേഴ്സ് ആണെന്ന്. അപ്പോൾ ആ മോണോമേഴ്സിനെ നോക്കിയാൽ നമ്മൾ വൈ ഷേപ്ഡ് സ്ട്രക്ചർ പറഞ്ഞപ്പം ഓരോ വൈയുടെ ടിപ്പിലും ഓരോ ഫ്രാഗ്മെൻറ്റ് ആൻറ്റിജൻ ബൈൻഡിങ് അല്ലെങ്കിൽ ആൻറ്റിജൻ ബൈൻഡിങ് സൈറ്റ് ഉണ്ട് അല്ലേ. അപ്പോൾ ഒരു ആൻറ്റിബോഡിക്ക് തന്നെ 2 ആൻറ്റിജനുമായിട്ട് ബൈൻഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ IgGക്കും IgDയുടെയും വാലൻസി എത്രയാണ്? 2 ആണ്. കാരണം അവർ മോണോമേഴ്സാണ്, സിംഗിൾ വൈ ഷേപ്ഡ് സ്ട്രക്ചറേ ഉള്ളൂ. അപ്പോൾ ഒരു വൈക്ക് 2 ആൻറ്റിജനുമായിട്ട് ബൈൻഡ് ചെയ്യാനായിട്ട് പറ്റുന്നു. ഹെൻസ് ദെയർ വാലൻസി ഈസ് 2. അപ്പം ക്ലാസിഫിക്കേഷനിൽ IgG, IgD, IgE എല്ലാം മോണോമേഴ്സാണ്. അപ്പോൾ അവരുടെ വാലൻസി 2 ആണ്. അവർക്ക് 2 ആൻറ്റിജനുമായിട്ട് ബൈൻഡ് ചെയ്യാൻ പറ്റും. IgM പെൻഡാമറാണ്. അപ്പോൾ അതിന് 10 ആൻറ്റിജനുമായിട്ട് ബൈൻഡ് ചെയ്യാൻ പറ്റും. IgAക്ക് മോണോമറും ഡൈമറും ട്രൈമറും ഒക്കെ ആയിട്ട് ആക്ട് ചെയ്യും. അപ്പോൾ അതിനനുസരിച്ച് അതിൻ്റെ വാലൻസിയും ചേഞ്ച് ചെയ്യുന്നു. IgA പ്ലാസ്മയിലും സലേവയിലും മിൽക്കിലും സെക്രീഷൻസിലാണ് കാണപ്പെടുന്നത്. അതുകൊണ്ട് സെക്രീറ്ററി ഇമ്മ്യൂണോഗ്ലോബുലിൻ എന്ന് പറയുന്നു. വാലൻസി എന്ന് പറയുന്നത് ഒരു ഇമ്മ്യൂണോഗ്ലോബുലിന് എത്ര ആൻറ്റിജനുമായിട്ട് ബൈൻഡ് ചെയ്യാൻ പറ്റും, അതിനെയാണ് അതിൻ്റെ വാലൻസി കൊണ്ട് ഉദ്ദേശിച്ചേക്കുന്നത്. നെക്സ്റ്റ് ഈസ് ആൻറ്റിജൻ ആൻറ്റിബോഡി റിയാക്ഷൻസ്. ആൻറ്റിജൻ ആൻറ്റിബോഡി റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് ആൻറ്റിജനും ആൻറ്റിബോഡിയും റിയാക്ട് ചെയ്യുന്നത്, എങ്ങനെയാണ് അവ തമ്മിലുള്ള ആ ഒരു റിയാക്ഷൻ നടക്കുന്നത്. Antigen have more than one antigenic determinant. They are referred to as multi determinants. നമ്മൾ നേരത്തെ പറഞ്ഞാണ് ആൻറ്റിജൻ ഒന്നിൽ കൂടുതൽ ആൻറ്റിബോഡിയുമായിട്ട് റിയാക്ട് ചെയ്യാൻ പറ്റുന്നു. അതുകൊണ്ട് തന്നെ അതിനെ മൾട്ടി ഡിറ്റർമിനൻസ് എന്നാണ് പറയുന്നത്. എക്സ്പ്ലോഷർ ടു ആൻറ്റിജൻ റിസൾട്ട് ഇൻ ദ ജനറേഷൻ ഓഫ് മെനി ആൻറ്റിബോഡി പോപ്പുലേഷൻ ഈച്ച് ഡയറക്റ്റഡ് അഗനിസ്റ്റ് എ ഡിഫറെൻറ്റ് ഡിറ്റർമിനൻ്റ് ഓൺ ആൻറ്റിജൻ. അപ്പോൾ ഒരു ആൻറ്റിജൻ നമ്മുടെ ശരീരത്തിൽ വന്ന് എക്സ്പ്ലോഷർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഇമ്മ്യൂൺ റെസ്പോൺസ് സ്റ്റിമുലേറ്റ് ചെയ്തിട്ട് അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒന്നിൽ കൂടുതൽ ആൻറ്റിബോഡി പോപ്പുലേഷനെ പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഓരോന്നും ഓരോ ആൻറ്റിജനിക് ഡിറ്റർമിനൻറ്റിലേക്ക് ബൈൻഡ് ചെയ്യാൻ തക്ക ക്ലാസ്സുകളായിരിക്കും വരുന്നത്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഒരു വൈറസിൻ്റെ ഏതെങ്കിലും ഒരു പ്രോട്ടീൻ നമ്മുടെ ശരീരത്തിൽ, വൈറസ് അല്ല, ഒരു ബാക്ടീരിയയുടെ ഏതെങ്കിലും ഒരു പ്രോട്ടീൻ നമ്മുടെ ശരീരത്തിലേക്ക് കയറിക്കഴിഞ്ഞാൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ബൈൻഡ് ചെയ്യാനായിട്ട് IgMും IgDയും ആക്ടിവേറ്റ് ആവുന്നതിരിക്കട്ടെ. അപ്പോൾ IgMനും IgDയുടെയും ഒത്തിരിയേറെ ആൻറ്റിബോഡി പോപ്പുലേഷൻ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നു. അപ്പോൾ ഒരു ആൻറ്റിജൻ കയറിയപ്പോൾ തന്നെ ഒന്നിൽ കൂടുതൽ ആൻറ്റിബോഡീസ് സ്റ്റിമുലേറ്റഡ് ആയി. അതാണ് പറഞ്ഞേക്കുന്നത്. 1 molecule of antibody can react with 2 molecules of antigen. Similarly, 1 molecule. അപ്പം പെൻഡാമറായിട്ടുള്ള ഒരെണ്ണത്തിന് ഒന്നിൽ കൂടുതൽ, രണ്ടല്ല അതിൽ കൂടുതൽ ആൻറ്റിജൻസുമായിട്ട് ബൈൻഡ് ചെയ്യാനായിട്ട് പറ്റുന്നു. അപ്പം 1 molecule of antibody can react with at least 2 molecule of antigens, and similarly 1 molecule of antigen can react with many more molecules of antibody. അപ്പോൾ ഒരു ആൻറ്റിബോഡിക്ക് തന്നെ ഒന്നിൽ കൂടുതൽ ആൻറ്റിജനെ ബൈൻഡ് ചെയ്യുക അല്ലേ. എല്ലാ ആൻറ്റിബോഡീസിനും മിനിമം 2 ആൻറ്റിജനുമായിട്ട് ബൈൻഡ് ചെയ്യാം. അതുപോലെ തന്നെ ആൻറ്റിജൻസിനും ഒന്നിൽ കൂടുതൽ ആൻറ്റിബോഡിയുമായിട്ട് റിയാക്ട് ചെയ്യാനായിട്ടുള്ള കഴിവുണ്ട്. അപ്പോൾ
ഒരു ആൻറ്റിജൻ നിങ്ങളൊന്ന് സങ്കല്പിക്കുക, ഒരു ആൻറ്റിജൻ അതിലേക്ക് എന്താണ് ഒന്നിൽ കൂടുതൽ ആൻറ്റിബോഡീസ്, ഈ വൈ ഷേപ്ഡ് ആയിട്ടുള്ള പെൻറ്റാമറും മോണോമറും ഒക്കെ ആയിട്ടുള്ള ഒന്നിൽ കൂടുതൽ ആൻറ്റിബോഡീസ് വന്ന് ബൈൻഡ് ചെയ്യുന്നു. എന്നിട്ട് ഈ ഒരു ആൻറ്റിബോഡിക്ക് തന്നെ ഈ വൈറസിലേക്ക് ഒരു വൈറസിൻ്റെ ഇതിലേക്ക് വന്ന് ബൈൻഡ് ചെയ്ത ഈ ഒരു ആൻറ്റിബോഡിക്ക് തന്നെ അടുത്ത വരുന്ന വൈറസിലേക്ക്, അതായത് ഈ വൈറസിൻ്റെ തന്നെ ഒന്നിൽ കൂടുതൽ പ്രോട്ടീൻസ് കയറി വരുമല്ലോ, അപ്പോൾ അതിലേക്ക് ബൈൻഡ് ചെയ്യാനായിട്ട് പറ്റുന്നു. അപ്പോൾ ഒരു ആൻറ്റിബോഡി മാത്രമല്ല ബൈൻഡ് ചെയ്യുന്നത്, ഒരു ആൻറ്റിബോഡിക്ക് ഇതിൻ്റെ തന്നെ അടുത്ത പ്രോട്ടീനിലേക്കും ബൈൻഡ് ചെയ്യാൻ പറ്റുന്നു. അങ്ങനെ എന്താണ് ഒരു നെറ്റ്വർക്ക് അല്ലെങ്കിൽ ഒരു മെഷ് ലൈക്ക് സ്ട്രക്ചർ ഫോം ചെയ്യുന്നു. മനസ്സിലായോ? അതിനെയാണ് നമ്മൾ ലാറ്റിസ് എന്ന് പറയുന്നത്. അപ്പം അങ്ങനെ ആൻറ്റിജൻ ആൻറ്റിബോഡി അങ്ങനെ എന്താണ് റിയാക്ഷൻ നടന്നിട്ട് അവർ പ്രിസിപ്പിറ്റേറ്റ് ചെയ്യുന്നു, വെച്ചാൽ ക്ലോഗ് ചെയ്യുന്നു, കട്ട പിടിക്കുന്നു. കാരണം ഒത്തിരിയേറെ സംഭവങ്ങൾ ഒന്നിച്ച് വന്നിട്ട് പലത് ബൈൻഡ് ചെയ്യുകയാണ്. അപ്പം എല്ലാം കൂടി ഇങ്ങനെ ഒരു കൊയാഗുലേറ്റ് അല്ലെങ്കിൽ ഒരു പ്രിസിപ്പിറ്റേറ്റ് ഫോം ചെയ്യുന്നു. A larger precipitating molecules or aggregates are formed. The lattice formation depend on the relative amount of antigen and antibody present. അപ്പം ഇങ്ങനെ ലാറ്റിസ് ഫോം ചെയ്യുമ്പോൾ ഈ നെറ്റ്വർക്ക് സ്ട്രക്ചർ ഫോം ചെയ്യുന്നതിനെയാണ് ലാറ്റിസ് എന്ന് പറയുന്നത്. എല്ലാവരോടും അങ്ങോട്ടും ഇങ്ങോട്ടും ബൈൻഡ് ചെയ്തുള്ള സ്ട്രക്ചർ. അങ്ങനെ ബൈൻഡ് ചെയ്ത് ഉള്ള സ്ട്രക്ചർ അതിൻ്റെ ആ ഒരു ലാറ്റിസ് ഫോർമേഷൻ്റെ ആ ഒരു പെർഫെക്ഷൻ എന്ന് പറയുന്നത് ആൻറ്റിജൻ ആൻറ്റിബോഡിയുടെ എമൗണ്ടിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ആസ് ദ എമൗണ്ട് ഓഫ് ആൻറ്റിജൻ ഈസ് ഇൻക്രീസ്ഡ്, എമൗണ്ട് ഓഫ് പ്രിസിപ്പിറ്റേറ്റ് ഇൻക്രീസസ്. അപ്പോൾ ആൻറ്റിജൻ്റെ എമൗണ്ട് കൂടുതലാണെങ്കിൽ പ്രിസിപ്പിറ്റേറ്റിൻ്റെ എമൗണ്ടും എങ്ങനെയായിരിക്കും? കൂടുതലായിരിക്കും. ആസ് ദ എമൗണ്ട് ഓഫ് ആൻറ്റിജൻ ഇൻക്രീസസ്, എമൗണ്ട് ഓഫ് precipitate increases. Maximum is reached thereafter addition of antigen will result in decrease in lattice formation. അപ്പോൾ ഒരു മാക്സിമത്തിൽ എത്തിക്കഴിഞ്ഞാൽ വീണ്ടും ആൻറ്റിജൻ്റെ അളവ് കൂടിക്കഴിഞ്ഞാൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ആൻറ്റിബോഡി ചിലപ്പോൾ നമുക്ക് പെട്ടെന്ന് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ ആ precipitate ഫോർമേഷൻ അല്ലെങ്കിൽ ആ ലാറ്റിസ് ഫോർമേഷൻ എങ്ങനെയായിരിക്കും? ഡിക്രീസ് ചെയ്യാൻ തുടങ്ങും. അപ്പം രണ്ടും ആൻറ്റിജനും ആൻറ്റിബോഡിയും സഫിഷ്യൻറ്റ് ക്വാണ്ടിറ്റീസിലുണ്ടെങ്കിൽ മാത്രമേ കറക്റ്റായിട്ടുള്ള ആ ലാറ്റിസ് ഫോർമേഷൻ നടന്നിട്ട് ആൻറ്റിബോഡീസിനെ ആൻറ്റിബോഡീസിനെ നിർവീര്യമാക്കാനായിട്ട് പറ്റത്തുള്ളൂ. When both are in sufficient quantity, then reaction proceeds and insoluble aggregates are formed. If antigen or antibody are present in excess, then less lattice formation occur. ഏതെങ്കിലും ഒരെണ്ണം കൂടുതലായിട്ട് വന്നു കഴിഞ്ഞാൽ ആ ഒരു ലാറ്റിസ് ഫോർമേഷൻ പെർഫെക്റ്റ് ആയിട്ട് നടക്കത്തില്ല. അപ്പോൾ ആൻറ്റിജൻ ആൻറ്റിബോഡി റിയാക്ഷനാണ് ഇപ്പം നമ്മൾ പറഞ്ഞത്. ആൻറ്റിജൻ ആൻറ്റിബോഡി റിയാക്ഷൻ നടക്കണമെങ്കിൽ ആൻറ്റിജനിലെ ബൈൻഡിങ് സൈറ്റായിട്ടുള്ള എപ്പിടോപ്പും ആൻറ്റിബോഡിയിലെ ബൈൻഡിങ് സൈറ്റായിട്ടുള്ള പാരാടോപ്പ് അല്ലെങ്കിൽ എന്താണ് ഫ്രാഗ്മെൻറ്റ് ആൻറ്റിജൻ ബൈൻഡിങ് എന്ന് പറയുന്ന സൈറ്റും തമ്മിൽ റിയാക്ഷൻ ഫോം ചെയ്യണം. പിന്നെ നമ്മൾ പറഞ്ഞത് ഒരു ആൻറ്റിജന് ഒന്നിൽ കൂടുതൽ ആൻറ്റിജനിക് ഡിറ്റർമിനൻസ് ഉണ്ട് അല്ലെങ്കിൽ എപ്പിടോപ്പുകളുണ്ട്. അതുപോലെ ആൻറ്റിബോഡീസിനും ഒന്നിൽ കൂടുതൽ ആൻറ്റിജൻ ബൈൻഡിങ് സൈറ്റുകളുണ്ട്. അപ്പോൾ ഇങ്ങനെ അവ തമ്മിൽ ബൈൻഡ് ചെയ്യുന്ന സമയത്ത് ഒരു ആൻറ്റിജന് ഒന്നിൽ കൂടുതൽ ആൻറ്റിബോഡിയുമായിട്ട് ബൈൻഡ് ചെയ്യാം, അതുപോലെ ഒരു ആൻറ്റിബോഡിക്ക് ഒന്നിൽ കൂടുതൽ ആൻറ്റിജനുമായിട്ട് ബൈൻഡ് ചെയ്യാം. അപ്പം ബൈൻഡിങ് ഒരു നെറ്റ്വർക്ക് പോലെ ഫോം ചെയ്യുന്നു അല്ലെങ്കിൽ ഒരു മെഷ് ലൈക്ക് സ്ട്രക്ചർ ഫോം ചെയ്യുന്നു. അതിനെ നമ്മൾ ലാക്റ്റിസ് ഫോർമേഷൻ എന്നാണ് പറയുന്നത്. അങ്ങനെ ലാക്റ്റിസ് ഫോർമേഷൻ നടക്കുമ്പോഴത്തേക്കിന് ആൻറ്റിജനും ആൻറ്റിബോഡിയും പരസ്പരം പല മോളിക്യൂൾസുമായിട്ട് കണക്റ്റായി ഒരു ആൻറ്റിജൻ ഒന്നിൽ കൂടുതൽ ആൻറ്റിബോഡിയുമായിട്ട് ബൈൻഡ് ചെയ്ത് ഒരു ആൻറ്റിബോഡി ഒന്നിൽ കൂടുതൽ ആൻറ്റിജനുമായിട്ട് ബൈൻഡ് ചെയ്ത് ഒരു ചങ്ങല പോലത്തെ സ്ട്രക്ചർ ഫോം ചെയ്യുന്നു. ആ ചങ്ങല പോലത്തെ സ്ട്രക്ചറിനെയാണ് ലാറ്റിസ് ഫോർമേഷൻ എന്ന് പറയുന്നത്. അത് പെട്ടെന്ന് തന്നെ പ്രിസിപ്പിറ്റേറ്റ് ചെയ്യുന്നു, ഇൻസോളബിൾ ആണ്. അപ്പോൾ ഇങ്ങനെ പ്രിസിപ്പിറ്റേറ്റ് ചെയ്യുന്നു. അപ്പോൾ അങ്ങനെ പ്രിസിപ്പിറ്റേറ്റ് അല്ലെങ്കിൽ ഈ ലാറ്റിസ് ഫോർമേഷൻ പെർഫെക്റ്റ് ആവണമെങ്കിൽ ആൻറ്റിജൻ്റെ ആൻറ്റിബോഡിയുടെ അളവ് നിശ്ചിതമായിരിക്കണം. ഏതെങ്കിലും അളവ് കൂടിക്കഴിഞ്ഞാൽ ലാറ്റിസ് ഫോർമേഷൻ അത്ര പെർഫെക്റ്റ് ആവത്തില്ല. ഇതാണ് ആൻറ്റിജൻ ആൻറ്റിബോഡി റിയാക്ഷൻ. ഇനി നമ്മൾ ഇത്രയും പഠിച്ച ആ ക്ലാസ്സസ് ഓഫ് ഇമ്മ്യൂണോഗ്ലോബുലിൻസിൻ്റെ ഡയഗ്രമാണ്. IgG, IgE, IgD ഇത് മൂന്നും നമ്മൾ മോണോമേഴ്സ് ആണെന്ന് പറഞ്ഞു. അപ്പോൾ അതിന് ആ വൈ ഷേപ്ഡ് സ്ട്രക്ചർ മാത്രമേ ഉള്ളൂ. അതുപോലെ നമ്മൾ IgA അതിന് മോണോമറോ ഡൈമറോ ട്രൈമറോ ഒക്കെ ആയിട്ട് ഇടിക്കാവുന്നതാണ്. ഇപ്പോൾ കാണിച്ചേക്കുന്ന IgAയുടെ ഡയഗ്രാം എന്ന് പറയുന്നത് ഒരു ഡൈമറാണ്. 2 IgA ഒരു യു ഷേപ്ഡ് സ്ട്രക്ചറിലേക്ക് ജോയിൻ ചെയ്തിരിക്കുന്ന ഒരു ഇതാണ്. സെക്രട്ടറി പ്രോട്ടീൻ എന്നാണ് IgAയുടെ പേര്. ഓക്കെ, അപ്പോൾ ആ ജോയിനിങ് ചെയിൻ ഒരു യു ഷേപ്ഡ് ചെയിനിലേക്ക് 2 മോണോമേഴ്സ് വന്ന് ജോയിൻ ചെയ്തൊരു ഡൈമറായിട്ട് മാറിയിരിക്കുന്നു. IgM പെൻറ്റാമറായിട്ട് മാത്രമേ ഇരിക്കത്തുള്ളൂ. അതിൽ നോക്കിയാൽ നടുക്കൊരു റിംഗ് ലൈക്ക് സ്ട്രക്ചറുണ്ട്. അതിലേക്ക് ഓരോ മോണോമേഴ്സ് ആയിട്ടുള്ള സാധനവും വന്ന് ജോയിൻ ചെയ്ത് ഒരു പെൻറ്റാമറായിട്ട് നിൽക്കുന്നു. അപ്പോൾ IgM എപ്പോഴും ഈ പെൻറ്റാമറിക് സ്ട്രക്ചറിൽ തന്നെയാണ് എക്സിസ്റ്റ് ചെയ്യുന്നത്. IgA മാത്രമേ ഉള്ളൂ സ്ട്രക്ചർ ഡൈമറോ മോണോമറോ ട്രൈമറോ ഒക്കെ ആക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇമ്മ്യൂണോഗ്ലോബുലിൻസ്, അതിൻ്റെ ക്ലാസിഫിക്കേഷൻ, അതുപോലെ ആൻറ്റിജൻ ആൻറ്റിബോഡി റിയാക്ഷൻ. താങ്ക് യു.